കണ്ണൂരിലെ RDO ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചു. ഇതിൽ PP ദിവ്യ കുറ്റക്കാരിയാണ്. വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റുന്നത്? ഇപ്പം ഇതിനകത്ത് നമ്മുടെ ഈ എല്ലാവരും പൊതുവെ പറയുന്നൊരു പറച്ചിലുണ്ട്, കേരളത്തിലെ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അരിയാഹാരം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. എല്ലാവരും ഗോതമ്പിലേക്ക് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മറ്റു ധാന്യങ്ങളൊക്കെ തേന അങ്ങനെയൊക്കെയുള്ള ഈ ഡയബറ്റീസിൻ്റെ ഒക്കെ വർധന കാരണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ സാമാന്യ ബുദ്ധി ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ ഉള്ളതായിരിക്കും ധാരണ. ഈ അരിയാഹാരം കുറഞ്ഞതിൻ്റെ പേരിൽ ഈ സാമാന്യ ബുദ്ധി കുറവാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ അധികാരികളൊക്കെ ധരിക്കുന്നുണ്ടാവും. കാരണം നമുക്കിത് ഈ സംഭവം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, അല്ലെങ്കിൽ ആത്മഹത്യ ഞാൻ പറയുന്നില്ല, മരിച്ച നിലയിൽ കണ്ടതിന് ശേഷം ഉണ്ടായ സംഗതികളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് PP ദിവ്യ ഈ നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചതെന്നുള്ളത്. PP ദിവ്യ അവിടെ ക്ഷണിക്കപ്പെടാതെ പോയി കളക്ടറെ ഒരു ശരീരഭാഷയിലൊരു വിധേയനാക്കുന്ന രീതിയിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മീറ്റിംഗ് എല്ലാവരും കണ്ടതാണ്. ആ കളക്ടറുടെ ശരീരഭാഷ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ പെരുമാറാൻ കാരണം അധികാരത്തിൻ്റെ ഹുങ്ക് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അതിനുശേഷം നവീൻ ബാബുവിൻ്റെ ക്ഷമ വന്നു. അപ്പം പാർട്ടി പരസ്യവുമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് പാർട്ടി നവീൻ ബാബുവിനോടൊപ്പമാണ്. പക്ഷേ പത്തനംതിട്ടയിലെ CPM മാത്രമേ ഉള്ളൂ നവീൻ ബാബുവിൻ്റെ ഒപ്പമുള്ളത്. കണ്ണൂരിലെ CPM സംസ്ഥാന നേതൃത്വവും ഒക്കെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കും. അതേപോലെ ദിവ്യ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല, ആരോപിതയാണ് എന്നൊക്കെയുള്ളൊരു അവസ്ഥയിൽ ദിവ്യയ്ക്ക് വ്യക്തമായിട്ടുള്ള പാർട്ടി സംരക്ഷണവും കിട്ടുന്നുണ്ട്. ഇതാണ് പശ്ചാത്തലം. അത് ദിവ്യയ്ക്ക് ഈ പാർട്ടിയുടെ എല്ലാവിധ സംരക്ഷണവും അവസാന നിമിഷം വരെ ഉണ്ടാവും. പാർട്ടിയാണ് അധികാരത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കുറ്റപത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതാ പറഞ്ഞ അരിയാഹാരത്തിൻ്റെ പ്രശ്നം പറയുന്നത്. അപ്പോൾ കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് PP ദിവ്യ ആസൂത്രിതമായിട്ട് കരുതിക്കൂട്ടി ക്ഷണിക്കപ്പെടാത്ത മീറ്റിങ്ങിൽ പോയി നവീൻ ബാബുവിനെ മനോവ്യഥ ഉണ്ടാവുന്ന രീതിയിൽ, മനസ്സ് നോവിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇത് ആസൂത്രിതമായ രീതിയിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രേരണയാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല PP ദിവ്യ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പോയി പ്രസംഗിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്നുള്ളത് സ്ഥാപിക്കാനായിട്ട് വലിയ പ്രാക്ടീസുള്ള വക്കീലിൻ്റെ ആവശ്യവും ഒന്നും വേണ്ട. സാധാരണ അരിയും ഗോതമ്പും കൂടെ ചേർന്ന് കഴിക്കുന്ന സാധാരണക്കാരനാണെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ വാദിച്ച് നിൽക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PP ദിവ്യ ഒരു ജനപ്രതിനിധിയാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രദേശത്തേക്ക് വരുന്ന ഒരു പുതിയ സംരംഭം, ആ സംരംഭകനെ സഹായിക്കുന്ന രീതിയിൽ ആ സംരംഭകൻ തടസ്സം നേരിട്ട സമയത്ത് അദ്ദേഹത്തിനുള്ള ലൈസൻസ്, പെർമിറ്റ് അല്ലെങ്കിൽ അനുമതി പത്രം കൊടുക്കണം എന്ന് നവീൻ ബാബുവിൻ്റെ അടുത്ത്, ഡെപ്യൂട്ടി കളക്ടർ നവീൻ ബാബുവിൻ്റെ അടുത്ത് ദിവ്യ പറയുന്നു. ആവർത്തിച്ച് പറയുന്നു, കേൾക്കുന്നില്ല. നടക്കാത്തൊരു സാഹചര്യം വരുന്നു. അപ്പോൾ അങ്ങനെ നടക്കാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ പ്രശാന്തൻ വന്നിട്ട് ഈ അപേക്ഷകൻ വന്നിട്ട് ദിവ്യയെ കണ്ടു പറയുന്നു, നിങ്ങൾ വിചാരിച്ച് നടക്കാത്ത കാര്യം ഞാനിത് നടപ്പിലാക്കിയെടുത്തിരിക്കുന്നു. അത് കൈക്കൂലി കൊടുത്തിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധിയും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു അവസ്ഥയിൽ താൻ ഇടപെട്ടിട്ട് പോലും നാട്ടിൽ വരേണ്ട ഒരു സംരംഭത്തെ താമസിപ്പിക്കുകയും തടസ്സപ്പെടുത്താൻ നിന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയിട്ട് ഇത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി അവിടെ രോഷം കൊണ്ടുപോയോ അതല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണോ? അല്ല. അപ്പോൾ അത് ഒരു പബ്ലിക് കോസ് അവിടെ വരികയാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അഴിമതിയെ ഇല്ലാതാക്കാൻ വേണ്ടി, അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവ് അവരുടെ മുമ്പിലുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സാഹചര്യത്തിലുമുണ്ട്. കാര്യം PP ദിവ്യ പറഞ്ഞിട്ട് നടക്കാത്ത സംഗതി അനായാസം ഈ പ്രശാന്തൻ പോയി ഇദ്ദേഹത്തിന് എടുപ്പിക്കൊണ്ടിരുന്നു, കാശ് കൊടുത്തിട്ടാന്ന് പറയുന്നു. അപ്പം നടക്കാത്തൊരു സംഗതി നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ മുമ്പിൽ.
അതോടൊപ്പം കാശ് കൊടുത്തു എന്ന് പ്രശാന്തൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കാനുള്ള സാഹചര്യം അവർക്കില്ല. അപ്പം ഈ സാഹചര്യത്തിലാണ് ഇത് എക്സ്പോസ് ചെയ്ത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണല്ലോ CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം, അല്ലേ? ഇത്രയും അധികം അഴിമതിക്കെതിരെ പോരാടിയ ഒരു പാർട്ടി കേരളത്തിലും ഇല്ല. അപ്പം അതിൻ്റെ ഒരു ആവേശത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഗതിയെ എക്സ്പോസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ 2 ദിവസത്തേക്കകം തെളിവ് കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഈ യാത്രയപ്പിടങ്ങളിൽ പങ്കെടുത്തിട്ട് ഇത് വളരെ ശക്തമായ ഭാഷയിൽ ഇത് ഉന്നയിക്കുന്നു. അപ്പോൾ അതിനകത്തൊന്നും ഈ ആത്മഹത്യയിലേക്കോ കൊല്ലണമെന്നൊക്കെ ഇത് ഉണ്ടായിട്ടല്ല, അഴിമതിക്കെതിരെയുള്ള ഒരു യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് പ്രതികളൊന്നുമില്ല, വളരെ ആസൂത്രിതമായെന്നുള്ള എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് PP ദിവ്യയെ കുറ്റക്കാരിയായി കണ്ടെത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള അവരെ പ്രതിയാക്കിക്കൊണ്ടുള്ള ശക്തമായ ഭാഷയിൽ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം കൊടുത്തിരിക്കുകയായിരിക്കും. അപ്പം അതിൻ്റെ തന്നെ അത് തെളിയിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്, നല്ല പണി ചെയ്യേണ്ടി വരും. പിന്നെ മറ്റൊന്ന്, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് തന്നെയാണെന്നുള്ളതും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹം മരിച്ച നിലയിൽ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലഭ്യമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത്. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും സംശയം വരുന്നു. അപ്പോൾ കൊലപാതകമല്ല എന്നുള്ളതും പോലീസ് വളരെ വ്യക്തമാക്കി എടുത്തു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിൽ പോരായ്മകൾ കണ്ടെത്തുന്നുമില്ല. അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയെന്നും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കുറ്റക്കാരിയായിട്ട് PP ദിവ്യയെ വ്യക്തമായ ഒരു ശരിക്കും ആസൂത്രിതമായി നടത്തിയ ഒരു കൊലയാണെന്നും പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. വളരെ അനായാസമായിട്ട് ഈ കുറ്റപത്രത്തിൻ്റെ ഇപ്പോൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നെ നമ്മൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. അനായാസമായിട്ട് ഈ കേസിൽ നിന്ന് PP ദിവ്യയ്ക്ക് കുറ്റവിമുക്തയായിട്ട് ഊരി വരാൻ പറ്റും. അപ്പോൾ അതാണ് ഈ നമ്മുടെ മുമ്പിലുള്ള ഒരു എന്താ പറയുക, ഈ കുറ്റപത്രത്തിലൂടെ നമുക്ക് സാധാരണ ഈ അരിയാഹാരവും തെനയും ഗോതമ്പും ഒക്കെ കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഈ ദിവ്യ അവിടെ ചെല്ലുമെന്നും അങ്ങനെ ചെന്ന് കളക്ടറുടെ മുമ്പിൽ വെച്ച് ഞാൻ ADM-നെ അപമാനിക്കുമെന്ന് ഒരു ലോക്കൽ ചാനലിൻ്റെ ലേഖനോട് പറഞ്ഞിരുന്നല്ലോ. അവരാണ് അവിടെ ചെന്ന് ഇത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ ദിവ്യയ്ക്ക് കൊടുത്തു. പിന്നീട് ദിവ്യയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് ഈ മഞ്ജുഷയും കുടുംബവും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ തലത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. അതായത് മഞ്ജുഷയുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നല്ലേ പറയേണ്ടത്. അതായത് നവീൻ ബാബുവിന് നീതി കിട്ടുന്നില്ല. അത് വളരെ സത്യമല്ലേ. നവീൻ ബാബുവിന് ഉദാഹരണത്തിന് നമുക്കുണ്ടാകുന്നൊരു ചെറിയൊരു സംശയം. ഇപ്പം ഈ നവീൻ ബാബു ഇപ്പം ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ നവീൻ ബാബുവിന് ഈ ദിവ്യയുടെ ഭീഷണിയുണ്ട്, നവീൻ ബാബു ആകെ പേടിച്ച് മനന്നു തൂയുന്നതാണ്. കാരണം ദിവ്യയുടെ കയ്യിൽ ഈ അഴിമതിയുടെ തെളിവുകളുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഇത്രയധികം റിട്ടയർ ചെയ്യാനായിട്ട് അധികം ദിവസമില്ലാത്തൊരു അല്ലെങ്കിൽ അധികം നാളുകളില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. ഈ നവീൻ ബാബു താൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മനോവേദനയുടെയും ആവശ്യം സാധാരണഗതിയിലില്ല, അല്ലേ? അതെ. അപ്പോൾ പക്ഷേ അത് ഭയങ്കരമായി നവീൻ ബാബുവിനത് ഭീതി സൃഷ്ടിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എങ്ങനെ എഴുതാൻ പറ്റും? ഒരു കുറ്റപത്രത്തിനകത്ത് ഈ ദിവ്യയുടെ ആരോപണം ഇദ്ദേഹത്തിന് ഈ രീതിയിൽ ഉള്ളിൽ ഭീതി സൃഷ്ടിച്ചു എങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം വരത്തില്ല, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇപ്പം CPM നേതാക്കളൊക്കെ പറയുന്നത് പോലെ ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നവീൻ ബാബുവിന് ഇത്രയും നോവേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ നമുക്ക് ഈ കുറ്റപത്രത്തിലെ എന്താ പറയുക ഇതിൻ്റെ ഈ ലൂപ്പ് ഹോൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചറിയാൻ കഴിയും. നവീൻ ബാബുവിനോടൊപ്പമാണ് പാർട്ടി. കാര്യം സത്യസന്ധമായ അന്വേഷണം കേരള പോലീസ് നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ എടുത്ത് കാണിക്കാൻ പറ്റും. കാരണം എന്താ, PP ദിവ്യയെ ആരോപിതയായ PP ദിവ്യയെ യഥാർത്ഥ കുറ്റപ്രതിയാക്കി ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പ്രേരണ കുറ്റമാക്കി ഇത് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അനായാസം നമുക്ക് ഊരിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് കുറ്റപത്രത്തിലെ മറ്റു ഭാഗങ്ങൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്.
അപ്പോൾ ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ ഏറെക്കാലം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ നവീൻ ബാബുവിന് പറഞ്ഞു. അപ്പോൾ നവീൻ ബാബു ആ ഓട്ടോയിൽ വന്നിറങ്ങി അതിനുശേഷം ആരെയോ കണ്ടു, അത് മറ്റൊരു പ്രശാന്തിനെയാണ് കണ്ടു, ഇത് ഈ മഞ്ജുഷയ്ക്ക് ചില സംശയങ്ങളുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകാതെ തന്നെ ഏതാണ്ട് 50 ദിവസം എത്തുന്നതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പാർട്ടി വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. തീർച്ചയായിട്ടും അതല്ലേ. അപ്പോൾ ഇവിടെയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു ആശങ്ക വരേണ്ടത്. ആശങ്കയല്ല, കാര്യം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഒരർത്ഥത്തിൽ ഈ സാധാരണ ഇപ്പോൾ മനുഷ്യനാകുമ്പോൾ കുറച്ച് അറിയാതെയും അറിഞ്ഞുമൊക്കെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു പോകും, തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു സംഗതിയിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിയുടെ രക്ഷയില്ലാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ പിൻബലമില്ലാതെ നീതി കിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇതിനകത്തൂടെ വ്യക്തമാണ് സാർ. അതാണ് സാധാരണ ജനങ്ങളെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് വെറും ദിവ്യയുടെയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും വിഷയമല്ല. ഇതിനകത്തൊരു വിഷയമായി പൊതുജനങ്ങളെ ബാധിക്കുന്ന കാതലായൊരു വിഷയം. നമുക്കൊരു ഭയങ്കര ആവലാതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീതി ലഭിക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും മിനിമം ന്യായമാണല്ലോ. അത് നമുക്ക് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ജനങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.